ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു കോളേജ് ഓഫീസ് മേക്കപ്പ് ലുക്കാണ്. ഫസ്റ്റ് നമ്മൾ സ്കിൻ പ്രെപ്പ് ചെയ്യണം. സ്കിൻ പ്രെപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫസ്റ്റ് ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇത് നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. ഡ്രൈ സ്കിന്നിനായാലും ഓയിലി സ്കിന്നിനായാലും ഇത് നല്ല സ്യൂട്ടബിൾ ആയിരിക്കും. കുറച്ച് മന്ത്സായിട്ട് ഞാൻ ഈ സെയിം മോയ്സ്ചറൈസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ എൻ്റെ 4ാമത്തെ ബോട്ടിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് നല്ലൊരു ലിപ് ബാം അപ്ലൈ ചെയ്യാം കേട്ടോ. ഒരു 4 മാസമായിട്ട് ഞാൻ സെയിം ലിപ് ബാമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റീവായിരുന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ശബ്ദമാണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. ഇനി നമുക്കൊരു കൺസീലർ അപ്ലൈ ചെയ്യാം. ഇൻസൈറ്റിൻ്റെ പ്രോ കൺസീലർ പാലറ്റാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിനകത്തൊരു റെഡ് കളർ കറക്റ്റർ, കോൺടൂർ ആൻഡ് കൺസീലേഴ്സ് ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിനി ഒരു റെഡ് കളർ കറക്റ്റർ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഡാർക്ക് സർക്കിൾസൊക്കെ ഒന്ന് കവർ ചെയ്യാം. എപ്പോഴും ഡാർക്ക് സർക്കിൾസ് കവർ ചെയ്യാൻ ഫസ്റ്റ് റെഡ് കളർ കറക്റ്റർ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും സ്മാർട്ട് ഐഡിയ. അല്ലെങ്കിൽ ഇത് കൺസീലർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഗ്രേ ആയിപ്പോവും. സോ ഫസ്റ്റ് ഒരു റെഡ് കളർ കറക്റ്റർ യൂസ് ചെയ്ത് നമ്മുടെ പിഗ്മെൻറ്റേഷൻസ് എല്ലാം നമുക്ക് കവർ ചെയ്യാം. നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും, അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിൻ്റെ ചുറ്റുമുള്ള പിഗ്മെൻറ്റേഷൻസ് ഇതൊക്കെ നമുക്ക് കവർ ചെയ്യാം. ഈ ഓറഞ്ച് റെഡ് കറക്റ്റർ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് സ്യൂട്ടബിൾ ആവുന്നൊരു ഷെയ്ഡ്, നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഷെയ്ഡ് എടുത്ത് നമുക്ക് കണ്ണിന് ചുറ്റും അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിൻ്റെ ചുറ്റുമുള്ള ഏരിയാസ് ഒക്കെ നമുക്ക് കവർ ചെയ്യാം. നമ്മൾ കൺസീലർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ഡോട്ട് ചെയ്യരുത് കൺസീലർ. എപ്പോഴും നമ്മളത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇവൻലി സ്പ്രെഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു നീറ്റ് ഫിനിഷ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് കേക്കി ആവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഇതിന് ശേഷം നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നെയ്ത് ഒരു ബ്രഷ് അല്ലെങ്കിൽ നമുക്കൊരു ബ്യൂട്ടി സ്പഞ്ച് യൂസ് ചെയ്യാം. എനിക്ക് എപ്പോഴും കൺവീനിയൻറ്റ് ബ്യൂട്ടി സ്പഞ്ചാണ്. ബിക്കോസ് എപ്പോഴും അതൊരു ഇവൻലി നമുക്ക് സ്പ്രെഡ് ചെയ്ത് തരും. ബ്രഷ് ആണെങ്കിൽ എനിക്ക് ഇത്ര ഒരു ഫിനിഷ് കിട്ടാറില്ല. അത് ഓരോരുത്തരുടെ കൺവീനിയൻസ് പോലെ നമുക്ക് യൂസ് ചെയ്യാം. ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഡാബ് ചെയ്ത് വേണം യൂസ് ചെയ്യാൻ. ഒരിക്കലും അതുകൊണ്ട് നമ്മൾ ഫേസിൽ വെച്ച് ഉരയ്ക്ക് അല്ലെങ്കിൽ അത് വെച്ച് ഇറേസ് ചെയ്യുന്ന പോലെ ഒന്നും യൂസ് ചെയ്യരുത്. കാരണം ബ്യൂട്ടി ബ്ലെൻഡർ എപ്പോഴും ബ്രഷിനെക്കാട്ടിലും പ്രോഡക്റ്റ് അബ്സോർബ് ചെയ്തെടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി നമുക്കൊരു ഹൈലൈറ്റിംഗ് കൺസീലർ വെച്ചിട്ട് നമുക്ക് ചീക്കിൻ്റെ അവിടെ ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്ത് അതിനെ നമുക്ക് ഡാബ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് അവിടെ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ലുക്ക് തരും. ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ അധികം നമ്മളങ്ങോട്ട് പ്രസ് ചെയ്യാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നമ്മുടെ ഫോർഹെഡിൽ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ലെഫ്റ്റ് ഓവർ വരുന്ന കൺസീലർ എടുത്ത് നമുക്ക് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സിലെല്ലാം കവർ ചെയ്യാം. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഐബ്രോ പെൻസിലാണ് കേട്ടോ. മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഐബ്രോ പെൻസിലാണ്. അതിൻ്റെ ഒരു സൈഡിൽ സ്പൂളി ആൻഡ് അതർ സൈഡിൽ ഐബ്രോ പെൻസിൽ അങ്ങനെയാണ് വരുന്നത്. ഇത് ഒരു 100 റുപ്പീസ് എന്തോ ഉള്ളൂ കേട്ടോ ഈ ഐബ്രോ പെൻസിലിന്. ഭയങ്കര അഫോർഡബിളാണ്. അതുപോലെ തന്നെ നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഐബ്രോ പെൻസിലാണിത്. നമ്മൾ ഐബ്രോസ് വരയ്ക്കുമ്പോൾ ഐബ്രോസ് എക്സാക്റ്റ് ഡ്രോ ചെയ്യല്ല ചെയ്യേണ്ടത്, നമ്മളത് ഫില്ല് ചെയ്യാണ് വേണ്ടത്. സോ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഫസ്റ്റ് സ്പൂളി വെച്ച് കോംബ് ചെയ്തിട്ട് നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഐബ്രോസ് നമ്മുടെ നാച്ചുറൽ ഐബ്രോസ് ആയിട്ട് തന്നെ കിട്ടും. നമുക്ക് കോമ്പാക്റ്റ് യൂസ് ചെയ്യാം. ഇത് ഫേസസ് കാനഡേൻ്റെ ബീച്ച് കളർ കോമ്പാക്റ്റാണ്. ഷെയ്ഡ് നമ്പർ 3 ബേജ് കോമ്പാക്റ്റാണിത്. ഇത് അത്യാവശ്യം നല്ലൊരു കവറേജ് തരുന്ന ഒരു കോമ്പാക്റ്റാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ എന്തായാലും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ലെഫ്റ്റ് ഓവർ വരുന്ന കോമ്പാക്റ്റ് എല്ലാം നമുക്ക് നമ്മുടെ ഫോർഹെഡിൽ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഒരു നല്ല ലിപ് ലൈനർ എടുക്കാം. ഇത് മാർസിൻ്റെ ഒരു ലിപ് ലൈനറാണ്. ഒരു ഡീപ്പ് ബ്രൗൺ കളർ ലിപ് ലൈനറാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ലിപ്പ് ലൈൻ ചെയ്യാം. എൻ്റെ ഒരു പിഗ്മെൻറ്റഡ് ലിപ്സാണ്, അപ്പം ഞാൻ ഇങ്ങനത്തെ ബ്രൗൺ ലിപ് ലൈനേഴ്സാണ് യൂസ് ചെയ്യാറ്. എന്നിട്ട് നമുക്ക് മാർസിൻ്റെ ഷെയ്ഡ് നമ്പർ 11 ഏരിയൽ എന്ന് പറഞ്ഞൊരു ഷെയ്ഡ് ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് വന്നിട്ട് ഒരു പീച്ച് കളർ ലിപ്സ്റ്റിക്കാണ്. സോ ഇത് എനിക്ക് വാഷ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്ത് ഇടുന്നത്. ബിക്കോസ് എൻ്റെ പിഗ്മെൻറ്റഡ് ലിപ്സ് ആയതുകൊണ്ട്.
ഇനി ഞാൻ നല്ലൊരു ഐ ഷാഡോ അപ്ലൈ ചെയ്യാണ്. ഇത് അധികം പോപ്പപ്പ് ചെയ്ത് നിൽക്കാത്ത ഒരു സട്ടിൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐ ഷാഡോ ഞാൻ യൂസ് ചെയ്യണത്. ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ പാലറ്റിൽ വരുന്ന ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് മെയ്ബിലിൻ്റെ ഒരു ഐലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഐസ് ലൈൻ ചെയ്യാം. ഇതും അധികം വിങ്ഡ് ആയിട്ടുള്ളൊരു ലുക്കില്ലാതെ ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ഐ മേക്കപ്പ് അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ബിക്കോസ് ഇതൊരു ഓഫീസ് അല്ലെങ്കിൽ ഒരു ഡെയിലി ലുക്കിലേക്ക് ഒരു കോളേജ് ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ചൂസ് ചെയ്തത്. ഭയങ്കര ലൈറ്റ് അടിക്കുന്നുണ്ട് സൈഡിൽ. അപ്പോൾ ഈ സിമ്പിൾ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഞാൻ ഇങ്ങനത്തെ വീഡിയോസായിട്ട് വരാം. സോ എവറിബഡി പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് മൈ ചാനൽ. So bye.